എന്തൊരു കോളാ ഡോക്ടറെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണ നിങ്ങളെ? ഞാൻ അത്യാവശ്യം തിരക്കിലാന്ന് ഡോക്ടർക്ക് അറിയില്ലേ? ആവശ്യണ്ടായിട്ട് വിളിച്ചാണ്. നിങ്ങൾ എവിടെയായിരുന്നു? എന്താ ഫോൺ എടുക്കാഞ്ഞ്? എയർപോർട്ടിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വരിക. അതെ. അപ്പം ഡോക്ടർ കോൾ കണ്ടപ്പോ നേരെ ഇങ്ങോട്ട് പോകുന്നത്. എന്തോ അത്യാവശ്യം ഇവിടെ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് കരുതിയിട്ട്. ഏത് രാജ്യത്ത് പോയതാ? ഞാൻ ഖത്തറിലായിരുന്നു ഡോക്ടറെ. എന്നോട് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ അന്വേഷിച്ചിരുന്നു, നമ്മളെ റുക്കിയാത്തനെ കിട്ടുമോന്ന്. അങ്ങനെ ഞാൻ വിളിച്ചു നോക്കിയതായിരുന്നു. റുക്കിയാത്തേ? അതൊക്കെ പണ്ട് റുക്കിയാത്ത. ഇപ്പൊ എന്റെ പേര് രുക്കു. രുക്കു തന്നെ എല്ലാരും വിളിക്കേ. രുക്കു? ഓ ആയിക്കോട്ടെ. ഒരേ പ്രസവം കഴിഞ്ഞാല് നിങ്ങളൊരു 3 മാസത്തിൽ കിട്ടുമെന്നാ അവര് ചോദിക്കുന്നേ. ഞാൻ ഈ റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഖത്തറിന്ന് ഇങ്ങോട്ട് വന്നതാ. ഇനി ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും. അത് കഴിഞ്ഞ് അവിടുത്തെ കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്ന കുവൈത്തിലേക്കാ. ഫുൾ ഷെഡ്യൂളാ. ഒരു രക്ഷയല്ല മേഡം. രക്ഷയില്ലല്ലേ? അല്ല റുക്കിയാത്തെ, സംഭവം എന്താണെന്നറിയോ? അവര് പ്രഗ്നന്റ് ആയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിങ്ങളോട് ചോദിച്ചിട്ട് പ്രഗ്നന്റ് ആവാൻ പറ്റുമോ, നിങ്ങൾ ആ 9 മാസം ആകുമ്പോഴത്തേ നിങ്ങൾ ഫ്രീ ആവുമോ എന്നാണ് അവർ അന്വേഷിക്കുന്നത്. ഡോക്ടർ പിന്നെ റുക്കിയാത്ത ആരെയും റുക്കിയാത്ത രുക്കൂന്ന് വിളിച്ചാ മതി. ആ ശരി ശരി. അപ്പൊ അവര് പ്ലാൻ ചെയ്തില്ലല്ലേ? ഇല്ല. ആ അതേതായാലും നന്നായി. അങ്ങനെയാണ് ബുദ്ധിയുള്ളവര് ചെയ്യേണ്ടത്. അല്ലാതെ പ്രസവത്തിന്റെ ഡേറ്റ് എടുത്ത് ഇനി രുക്കുനെ വിളിക്കുന്ന പറഞ്ഞാൽ ഞാൻ ബിസി ആയിരിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അവര് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ്, അതായത് അവര് ഗർഭം ധരിക്കുന്നതിന് മുമ്പ് അവർ എന്നോട് സംസാരിക്കണം. ഇന്റെ ഡേറ്റിനനുസരിച്ച് വേണം അവരെ പ്ലാനിങ്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറെ വന്ന് കാണല്ലേ വേണ്ടത്? ആ കാലൊക്കെ പോയി ഡോക്ടറെ. ഡോക്ടർമാർ ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ ഇന്നെ പോലത്തെ ഒരു രുക്കു ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്റെ ഡേറ്റിനനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാൻ. എന്നിട്ടാണ് ഡോക്ടറെ കാണേണ്ടത്. ഓരോരുത്തരുടെ ഡെലിവറി ഡേറ്റ് അടക്കം ഞാനാ തീരുമാനിക്കാം. എന്റെ ഷെഡ്യൂൾ അനുസരിച്ച് ഡോക്ടേഴ്സ് ഫിക്സ് ചെയ്യണം ആ ഡെലിവറി ഡേറ്റ്. അത്രക്ക് ബിസിയാ ഞാൻ അധികം ഞാൻ പറഞ്ഞില്ല, NRI ടീമിനെ ഞാൻ അധികം പ്രിഫർ ചെയ്യാം. പാക്കേജ് ഞാൻ അവരോട് സംസാരിക്കാം. പിന്നെ എന്താന്ന് വെച്ചാല് പിന്നെ അമ്മനും കുട്ടീനെയും മാത്രമേ ഞാൻ നോക്കുള്ളൂ. പിന്നെ എനിക്കുള്ള ഫുഡൊക്കെ അവരുണ്ടാക്കി തരണം. ചിലവരുണ്ട് നമ്മൾ 40 ദിവസം വീട്ടിൽ നിൽക്കുമ്പോ അത് ചെയ്യോ അതൊന്നും ഞാൻ ചെയ്യൂല. പിന്നെ അതേപോലെ കുട്ടികൾ എപ്പോഴും ഉറങ്ങൂല, നൈറ്റിനൊന്നും അവർ ഉറങ്ങൂല. അപ്പൊ അവര് ചിലപ്പോ പകലായിരിക്കും ഉറങ്ങുക. ആ സമയത്ത് ഞാനും ആ കുട്ടീന്റെ ഉമ്മയും അവിടെ ഉറങ്ങും. ആ സമയത്ത് ഞങ്ങൾ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ വരരുത്. അതേപോലെ തന്നെ കുട്ടീനെ കാണാൻ വരുന്നവരൊക്കെ അതുപോലെ തന്നെ എന്നെയും കാണണം. പിന്നെ മുടികളയിൽ അങ്ങനത്തെ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഡ്രസ്സ് കാര്യങ്ങൾ, ഏത് ഡ്രസ്സ് വേണം, എങ്ങനത്തെ വേണം, ഏത് ബ്രാൻഡ് വേണം ഞാൻ തീരുമാനിക്കും. അല്ലാതെ സാധാരണക്കാർ കൊണ്ടുവരുന്ന പോലെ അടിപ്പാവാട, മാക്സി അതൊന്നും എനിക്ക് പറ്റൂല. നമ്മൾ വലിയ പ്രതീക്ഷ ഒന്നുമില്ല. ഇപ്പൊ കണ്ടോ ഈ iPhone 17 ഇതെനിക്ക് ഒരാൾ തന്നാ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറുത് ആയിക്കോട്ടെ. റുക്കിയാത്തേ? റുക്കിയാത്തല്ല, രുക്കു.